നെല്ല് സംഭരണത്തിൽ 5 വർഷത്തെ കണക്കുകൾ കേന്ദ്രത്തിന് നൽകാതെ കേരളം 6 മാസം കൊണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് സപ്ലൈകോ പറയുന്നത്. എന്നാൽ ഇത് പ്രായോഗികമല്ല എന്നും കൃത്യമായ കണക്ക് നൽകാതെ ഒടുവിൽ പിണറായി സർക്കാരിനെ പോലെ കേന്ദ്രത്തിന് പഴി പറയാനാണ് സതീശൻ സർക്കാരും ശ്രമിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 6 മാസത്തിനകം 5 വർഷത്തെ കണക്കുകൾ നൽകാമെന്ന് സപ്ലൈകോ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചത്. കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാനുള്ള തുകയിൽ 300 കോടിയോളം രൂപയാണ് ഓഡിറ്റ് പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. കേന്ദ്ര മാനദണ്ഡ പ്രകാരമല്ല 2022-23 കാലയളവിൽ കേരളത്തിൽ നെല്ല് സംഭരണം നടത്തിയിട്ടുള്ളത്. കൂടാതെ സംഭരിച്ച നെല്ല് സംസ്കരിച്ച് മില്ലുകൾ നിശ്ചിത സമയത്തിനകം സപ്ലൈകോയ്ക്ക് അരി നൽകണമെന്ന വ്യവസ്ഥയും പാലിച്ചിട്ടില്ല. രണ്ടാം വിളക്കാലത്ത് മില്ലുകൾ 72 കോടി രൂപ വില വരുന്ന 24,802 ടൺ നെല്ല് അരിയാക്കി തിരികെ നൽകിയിട്ടില്ല. ഇത്തരം മില്ലുകളെ വീണ്ടും സംഭരണ ചുമതല ഏൽപ്പിക്കരുതെന്ന വ്യവസ്ഥ ഉണ്ടായിട്ടും അതുൾപ്പെടെ ലംഘിക്കപ്പെടുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ സംഭരിച്ച നെല്ലിൻ്റെ അളവിന് അനുസരിച്ച് മില്ലുകൾ ബാങ്ക് ഗ്യാരണ്ടി വെക്കണമെന്ന വ്യവസ്ഥയും ലംഘിക്കപ്പെട്ടതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ 5 വർഷത്തെ കണക്ക് 6 മാസത്തിൽ സമർപ്പിക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. വർഷാവർഷം കണക്ക് നൽകേണ്ട രീതിയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനിയുള്ള 6 മാസ കാലയളവിൽ ഈ 5 വർഷത്തെ കണക്ക് ഒന്നിച്ച് നൽകാമെന്നാണ് സപ്ലൈകോ പറഞ്ഞിരിക്കുന്നത്. ഇത് നടപടിയാവുന്ന ഇല്ലെങ്കിൽ പ്രായോഗികമാവുന്ന ഒരു വിഷയമല്ല. കേരള സർക്കാർ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഉടനടി ഇടപെടേണ്ട ആവശ്യമാണ്. കണക്ക് കൃത്യമായി നൽകിയില്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള തുക ലഭിക്കുന്നതിലും അനിശ്ചിതത്വം ഉണ്ടാവും. മുൻ വർഷങ്ങളിൽ ഇതേ പ്രതിസന്ധി ഉണ്ടായപ്പോൾ കേന്ദ്രത്തെ പഴി പറയുകയാണ് പിണറായി സർക്കാർ ചെയ്തിരുന്നത്. സപ്ലൈകോയുടെ വിപണി ഇടപെടൽ ഉൾപ്പെടെയുള്ള മറ്റിടപാടുകളും നെല്ല് സംഭരണവും 2 അക്കൗണ്ടുകളിലാക്കി ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് നെല്ല് സംഭരണത്തെക്കുറിച്ച് പഠിച്ച ബേബി കമ്മിറ്റി നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. സംസ്ഥാനത്ത് 398 കോടി രൂപ രണ്ടാം വിള നെല്ലിൻ്റെ വിലയായി സപ്ലൈകോ കർഷകർക്ക് നൽകാനുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രോത്സാഹന ബോണസ് ഇനത്തിൽ മാത്രം 250 കോടി രൂപ സംസ്ഥാനം സപ്ലൈകോയ്ക്കും നൽകാനുണ്ട്. ജനം, പാലക്കാട്.